അതുപോലെ തന്നെ ഇവരുടെ മൗലവിമാര് അള്ളാഹു തആലക്ക് കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, ഒരു യുക്തിവാദിയായ മാഷ് ഹിന്ദു എല്ലാ മതക്കാരെങ്ങനെ ഇരുത്തി കുട്ടികളെ, എന്നിട്ട് ചോദിച്ചു ഹിന്ദുക്കാരോട് നിങ്ങളുടെ ദൈവം എങ്ങനെ, അപ്പൊ ഇന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു. സുന്നിയായ ആളോട് ചോദിച്ചപ്പോ കൈയില്ല, കാലില്ല, അപ്പൊ ഇങ്ങനെ കാണിച്ചു, ഇത് ശൂന്യതല്ലേ, ഇതൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു വൈദ്യുതി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, വൈദ്യുതി കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഇതിൽക്ക് നമ്മൾ ഒരു ആഡ് ചെയ്യാം, ഒരു മുജാഹിദുകാരൻ കൂടി ക്ലാസ് കയറി. ശരിക്കും കേൾക്കണം. മുജാഹിദ് കുട്ടീനോട് യുക്തിവാദിയായ മാഷ് ചോദിച്ച്, നിങ്ങളുടെ അള്ളാഹു എങ്ങനെയാ, നിങ്ങളുടെ അള്ളാഹുവിനെ ഇവിടെ ഒന്ന് വരച്ചു കാണിക്കാൻ പറ്റുമോ? അപ്പൊ കുട്ടി ചോദിക്കാണ്, 1952 അള്ളാഹുവിനാണോ വരയ്ക്കേണ്ടത്, അതോ 2011 അള്ളാഹുവിനെയാണോ വരയ്ക്കേണ്ടത്? ഏത് അള്ളാഹുവിനെയാണ് ഞാനിവിടെ പറയേണ്ടത്? ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെ ഉറപ്പിച്ചിട്ട് പോരെ, അത് തീരുമാനിച്ചിട്ട് പോരെ. ഞങ്ങളെ ഇസ്ലാം ദീൻ പഠിപ്പിക്കാൻ ഞാൻ വിഷയത്തിൽ നിന്നും മാറുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായ ഒരു സൃഷ്ടിക്ക് കൽപ്പിച്ചാൽ അത് ഒരിക്കലും ശിർക്കാവുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സ്വയം കഴിവോടുകൂടെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് അത് ശിർക്കാകുന്നത്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമില്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ല, അത് നിങ്ങളുടെ ആശയ പാപ്പരത്വമാണ്, വിശ്വാസ ദാരിദ്ര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങളുടെ വിചിന്തനം 2003 ജൂലൈ 4 ഇതില് ഈ കാര്യം പറയുന്നുണ്ട്. ആദമിനെ ആരാധിക്കാനല്ല അള്ളാഹു കൽപ്പിച്ചത്, ആദമിന്റെ മുമ്പിൽ കുമ്പിടാനാണ്. കേവലമായ വണക്കത്തിന് ഇസ്ലാമിൽ ആരാധന എന്ന് പറയില്ല. പിന്നെ എന്താണ് ആരാധന? ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിന് അദൃശ്യ രീതിയിൽ നമുക്ക് ഗുണദോഷങ്ങൾ വരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന വണക്കത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. ആ ആരാധന ഒരിക്കലും തന്നെ നാം ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ശിർക്കുമൊക്കെ ഞങ്ങളുടെ മേൽ ചോദിക്കുന്നത്? ഇനി അടുത്ത ചോദ്യം, 3 ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭടനായകനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് കോട്ടപ്പുറം സംവാദത്തിൽ വെച്ച് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളോട് സംവാദമുഖങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ആരാധന എന്താണെന്ന് നിങ്ങൾക്ക് താരീഫ് പറയാൻ കഴിയുമോ? തൗഹീദ് എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ശിർക്ക് എന്താണെന്ന് പറയാൻ കഴിയുമോ? ഇത്ര കാലം ഞങ്ങളുടെ പണ്ഡിതന്മാര് പറഞ്ഞു നടന്നിട്ട് മറുപടി പറയാത്തത് കൊണ്ട് ഞാൻ ഈ ചെറിയ കുട്ടി ഇവിടെ നിങ്ങളുടെ പണ്ഡിത സഭയെ വെല്ലുവിളിക്കുന്നു. എനിക്കെങ്കിലും ഒന്ന് പറഞ്ഞു തന്നുകൂടെ? ഞാൻ കേള് പറയുകയാണ്, നിങ്ങൾ ആരാധന എന്താണെന്നും തൗഹീദ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്കറിയുമോ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ സഹായം തേടാൻ പാടില്ല എന്നല്ലേ ഇവര് പറഞ്ഞത്? എന്നാൽ ബുഖാരിയിലുണ്ടൊരു ഹദീസ്, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഹുദൈബിയ ദിവസത്തിൽ ആ രണാങ്കണത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടിയിട്ട് ഞങ്ങളാകെ ദാഹിച്ച് വരഞ്ഞിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു പാത്രം വെള്ളം മാത്രമേ ഉള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഈ വുളു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോ സഹാബികളെല്ലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പരിഭ്രാന്തിയോടെ നിന്നോ, വളരെ വിഷമത്തോടുകൂടെ നിന്നോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാലിക്കും, നിങ്ങളുടെ പ്രശ്നം എന്താണ്? എന്നോട് പറയൂ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വുളു എടുക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പോൾ ഒരിക്കലും പറഞ്ഞില്ല, ഇത്ര കാലം നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നിട്ട് ഒക്കെ കൊളാക്കി, തൗഹീദും കൊളാക്കി, ഒക്കെ കൊളാക്കി, ഇതാ നിങ്ങൾക്ക് ഇത്ര കാലം പഠിപ്പിച്ചെന്ന് എന്ത് പാണ്യങ്ങൾ കാറ്റ് എന്നല്ല ചോദിച്ചത്. അതാണെന്നുണ്ടെങ്കിലേ
മുജാഹിദായിരിക്കണം. അത് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുജാഹിദല്ല എന്ന് പറയുന്നതൊക്കെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ അരുവിയുടെ ഉറവകളിൽ നിന്നും വെള്ളം പൊട്ടി പുറപ്പെടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾക്കിടയിലൂടെ വെള്ളം വന്ന ഹദീസ് അത് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ ഉദ്ധരിച്ചതല്ലേ? നിഷേധിക്കാൻ കഴിയുമോ മൗലവിമാരെ? അതുപോലെ തന്നെ ലബ്ബാദാരിയുമായി നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു കുറെ മുസ്ലിയാക്കന്മാര് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു ലബ്ബാദാരിയുമായി നൗഷാദ് ഹാസനി സംവാദം നടത്തിയതിലെ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. മുസ്ലിമിലെ ഒരു ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കൂട്ടുകാരനാകണം, അഥവാ പങ്കാളിയാകണം, അടുത്തുള്ള ആളാകണം. എന്തെങ്കിലും താഴെയുള്ള സ്ഥാനം പോരാ. അപ്പോൾ ലബ്ബാദാരി പറയുകയാണ്, അത് സ്വർഗത്തിന്റെ ഉള്ളിലുള്ള വലിയ സ്ഥാനമല്ലേ ചോദിച്ചത്, സ്വർഗം ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും വെട്ടും പൊട്ടും തിരിയാത്ത ഏതെങ്കിലും കുരുത്തക്കേട് കിട്ടിയ ഏതെങ്കിലും മൗലവിമാരൊഴിച്ച് നിങ്ങൾക്ക് എണ്ണാൻ മൗലവിമാരുണ്ടോ എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇസ്ലാമിക കാര്യങ്ങളിൽ ഒന്നാമത്തതില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഞാനിപ്പോൾ പരാമർശിച്ചത്. ഇനി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ സംബന്ധിച്ച് ഇവരെ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പച്ചയായ മനുഷ്യനാണെന്ന് വിവിധ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയില്ല. എന്തായാലും തെറ്റായ കാര്യത്തിലൂടെ ഇസ്ലാമിന്റെ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നാം ഇപ്പോൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ എതിർത്തിട്ടില്ല. ഈ മൗലവിമാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീഴ്ച വരുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും തെറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 70 പ്രാവശ്യം പറയുന്നത് എന്നാണ്. ഇത്ര അപകടം പിടിച്ച വാക്കാണ്. ഞാനത് വായിക്കാം. സൽസബീൽ 1971 ആഗസ്റ്റ്. പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. പ്രവാചകന്മാർ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലട്ടാ, ആ പണി ഇവർക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുകയായിരുന്നു. അത് അവരുടെ ഒരു പ്രധാന ഇബാദത്തായിരുന്നു. ഇങ്ങനെ മുജാഹിദ് പ്രവർത്തകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ഇബാദത്താണെന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ വിശ്വാസങ്ങൾ ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിലേക്ക് കയറ്റാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് സമുദായത്തോടൊന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ഈ പച്ചയായ മനുഷ്യനാണെന്ന് ഈ ബാലുശ്ശേരിക്കാരൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ അതൊന്ന് കേട്ടോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വളരെ മോശമായി സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാലുവരെ ആരും തയ്യാറായിട്ടില്ല. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാലുവരെ ആരും തയ്യാറായിട്ടില്ല. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പച്ചയായി നിങ്ങൾ മുജാഹിദ് മൗലവിമാരെ കൊണ്ടുവന്നിട്ട് പച്ചയായി
നിങ്ങളുടെ മുജാഹിദ് മൗലവിമാരുടെ നാവ് കൊണ്ട്, പച്ചയായി നിങ്ങളുടെ മുജാഹിദുകളുടെ ആശയം പച്ചയായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മതത്തെ ഇങ്ങനെ പിച്ചി ചീന്താൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെയധികം ചുരുക്കുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിഷയത്തിലും ഭംഗമുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ രണ്ടാം കാര്യം അഥവാ നിസ്കാരം. ഈ നിസ്കാരത്തിൽ ആദ്യം ഇവര് പറഞ്ഞു 14 ഫർളുണ്ട്. അത് ഞാൻ ചുരുക്കാണ്, സമയം വളരെ കുറവായതുകൊണ്ട് ചുരുക്കാണ്. 14 ഫർളുണ്ട്. പിന്നെ പറഞ്ഞു 9 ഫർളുള്ളൂ. പിന്നെ സുന്നികൾ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോ പിന്നെയും മാറ്റി 14 ഫർളുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, സലാമിന് ശേഷമാണ് നിയ്യത്ത്. അപ്പൊ ഇങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ളുഹ്ർ എന്ന 4 റക്അത്ത് ഫർള് നിസ്കാരം ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു നിയ്യത്ത് ഉണ്ടാകുമോ? സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ പിന്നെ മാറ്റി അങ്ങനെ 14 ആക്കിയേക്ക് ഏതെങ്കിലും ഒന്നും വേണ്ടേ? 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് പിന്നെ ഫർള് 10.5. ഈ കോലത്തില് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ പിഞ്ചോമനകൾക്ക് കുത്തിവെക്കുന്ന സിറിഞ്ചിന്റെ കാഠിന്യമാണ് ഞാൻ ഇവിടെ വിവരിച്ചത്. അതുപോലെ സക്കാത്തിൽ ഇവർ കളിച്ച കളി, ഇവരുടെ സക്കാത്ത് പിരിച്ചിട്ട് ഇവര് പുറത്തുവിട്ട കണക്ക KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. എന്നിട്ട് ഒന്നാമത്തെ തന്നെ മുൻ വർഷത്തെ ബാക്കി ഇന്ന സദഖാത്തുൽ ലിൽ ഫുഖറാഇൽ മസാകീനി, പിന്നെ അടുത്ത കൊല്ലത്തേക്കും എന്ന ഒരു ഹദീസോ ഖുർആനോ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു വർഷം സക്കാത്ത് മേടിച്ചിട്ട് അത് ഇവര് ആ കൊല്ലം പാവങ്ങൾക്ക് കൊടുക്കാതെ, ഇവിടെ എത്ര പാവങ്ങളുണ്ട്? അവർക്കൊക്കെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് കൊടുക്കാറില്ലേ? ഇങ്ങനെ കെട്ടിപ്പൂട്ടി എടുത്തു വെക്കേണ്ട ആവശ്യം എന്താ? അടുത്തത് വായിച്ചാൽ മനസ്സിലാകും. ബാങ്ക് പലിശ എങ്ങനെയാ? സക്കാത്തിന്റെ പണം പിരിച്ചുകൊണ്ട് പലിശ കൊടുക്കുന്ന ഏർപ്പാട്. എന്നിട്ട് ഒക്കെ പോട്ടെ, സക്കാത്ത് കൊടുക്കുന്നത് എന്തിനാ? ഒന്നാമത്തെ തന്നെ പ്രിന്റിംഗ് ചാർജ്. സുബ്ഹാനല്ലാഹ്. ഞാൻ മനസ്സിലാക്കുന്ന ഇവര് പ്രസ് എന്ന് ചോദിച്ചിട്ടോ, നിങ്ങൾ ഭയങ്കര ഫുഖറാകളല്ലേ, ഞങ്ങൾ നിങ്ങൾക്കാണ്ട് പൈസ തരാം, നിങ്ങൾ ഫ്രീ ആയിട്ട് ടെസ്റ്റ് എടുത്തോളി. സംഭവം നമ്മള് അങ്ങനെയാണെങ്കിലോ നിങ്ങൾ ഫുഖറാകൾ എന്നുള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്താളെ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിലെഴുതിക്കാണ് കഴിച്ച് ബാക്കി അടുത്ത കൊല്ലത്തേക്കുള്ളത്. ഇതുപോലെ സക്കാത്തിൽ കൃത്രിമം കാണിച്ചു. അതുപോലെ നോമ്പിന്റെ വിഷയത്തിൽ ഞാൻ ഇവര് എന്താണെന്ന് അറിയോ? ഇവരുടെ തട്ടിപ്പ്. നോമ്പിന്റെ വിധിവിലക്കുകൾ എന്ന ഇവരുടെ ബുക്കിൽ എഴുതണേ. ശരിക്ക് കേട്ടോളെ, മുമ്പൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നുവെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബ്ഹ് ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. അപ്പൊ എന്താ? അതുപോലെ വേറൊരു ഇതിലെഴുതേണ്, കയ്യിലുള്ളത് മുഴുവൻ കഴിച്ചിട്ട് ഇതുപോലെ എന്താണ്, എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയും ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. ചാടി എഴുന്നേൽക്കണം എന്നെപ്പോഴാ പറഞ്ഞേ? അതൊന്ന് വ്യക്താക്കണം. പിന്നെ തുപ്പിക്കളയണം, ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഇവര് പറഞ്ഞെന്താ? പാത്രത്തിലെ രാവിലെ എപ്പോഴും മുജാഹിദുകളെ കുറച്ച് കഴിഞ്ഞാല് ഉമ്മകളി എടാ എന്റെ കൈയ്യിട്ട് കാട്ടറ, എന്റെ കയ്യുമ്മ ഞാൻ ആ പാത്രം വെക്കട്ടെ ഭക്ഷണത്തിന്റെ. ഉമ്മന്ന് മാറുന്നത് എന്താണ്? ഉറങ്ങണോ? എന്ത് രാത്രി വരെ എനിക്ക് ആരോഗ്യം സംരക്ഷിക്കണ്ടേ? അപ്പൊ കയ്യിലുണ്ട് കെട്ടി കൊടുക്കും. എന്നിട്ട് രാവിലെ വീട്ടിൽ സുബി സമയത്തന്നെ കയ്യിലുള്ളതല്ലേ, അത് രാത്രി വരെ കുശാലി കഴിക്കുക. ഈ ജാതി ഇസ്ലാമിന്റെ കാര്യങ്ങളെ ഭംഗം വരുത്തിയത്. ഞാൻ 4 കാര്യങ്ങളോടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം ഹജ്ജ്. മിനായിൽ ദുരന്തമുണ്ടായ സമയത്ത് ഇവര് പറയുകയാണ്, ആ മിനായിൽ പോയിട്ടുള്ള മുസ്ലിമീങ്ങൾ, അവര് മുജാഹിദുകൾ ഒഴികെയുള്ളവരെല്ലാം
മുശ്രിക്കുകളാണ് എന്ന് പച്ചയായി പ്രസംഗിക്കുന്നു. എത്ര ദുഃഖകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇവർ കളവ് പറയൽ മത്സരം നടത്താറുണ്ട്. എന്നിട്ട് ഇപ്പൊ എടുത്തു പറയാം ഞങ്ങൾ തൗബ ചെയ്തുകണ്, തൗബ ചെയ്തൊക്കെ ആയല്ലോ. എന്നിട്ട് സക്കരിയ സലായം പറയണ്ടേ, പടച്ചോനെ ഞാൻ മുമ്പ് കുറെ മണ്ടത്തരൊക്കെ പറഞ്ഞു പോയി, പടച്ചോക്ക് പുറത്തു തരട്ടെ, പടച്ചോൻ എനിക്ക് പുറത്തു തരട്ടെ എന്നാ അത് കേട്ട് സക്കരിയ സലായയുടെ പ്രസംഗം കേട്ട് വിശ്വസിച്ച ആ മുജാഹിദ് പ്രസ്ഥാനക്കാർക്ക് വേണ്ടി അവർക്കും കൂടി ഒന്ന് പുറത്തു കൊടുക്കട്ടെ എന്ന് സക്കരിയ സലായി പറയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെയുള്ള പ്രവർത്തകന്മാർ നിങ്ങൾ ഈ മൗലവിമാരുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ ആ മൗലവിമാർ അവരുടെ പണി നോക്കുന്നുണ്ട്. നിങ്ങളുടെ തടി സലാമത്ത് ഇസ്ലാം സലാമത്താകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ, ഒരു സംശയവും വേണ്ട. എന്നിട്ട് എന്താ ഇവര് മരണത്തിന് മരിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നതിനെതിരാണെന്ന അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുജാഹിദ് ബാലുശ്ശേരി കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇടയായി ഹുസൈൻ സലഫി നല്ലൊരു വയലുണ്ടാണ്ട് കേട്ടോളെ. വെച്ചോ ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂസലമത്തിന്റെ ദറജ നീ എത്തിക്കൊടുക്കണേ, അബൂസലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്, നമ്മൾ കാണാത്ത മലക്കുകളുമോ. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ. ഇത് കേൾക്കാത്ത മുജാഹിദുമുണ്ട്, ഇത് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ സുന്നികളും ഇവിടെയുണ്ട്. അതൊന്ന് വിശ്വസിക്കൂ മുഅ്മിനീങ്ങളെ. മുജാഹിദിന്റെ പൗരോഹിത്യത്തെ കടലിലേക്ക്, അറബിക്കടലിലേക്ക് വലിച്ചെറിയൂ മുസ്ലിമീങ്ങളെ. അതുപോലെ ഇങ്ങനൊക്കെ പറഞ്ഞാലും ബാലുശ്ശേരിക്കാർ അങ്ങനെ വിട്ടെടുക്കല. മൂപ്പരുണ്ട് ഞാൻ സ്ട്രോങ് അല്ലേ, എന്റെ പേരിട്ട് നിങ്ങൾ മുജാഹിദ് അല്ല, അതിന്റെ കോലുണ്ടാവുമല്ലോ. മൂപ്പര് പറയണേ ഇന്ന കരിമ്പിലാക്കൽ പറഞ്ഞൊരു സാധനമുണ്ട്. സാധനമാണോ മനുഷ്യനാണോ അവര് തീരുമാനിച്ചോളൂ. അല്ലെങ്കിൽ സഖാഫിനായിട്ടൊരു പ്രശ്നം ഉണ്ടായി. മൂപ്പര് ചോദ്യം, മാതൃഭൂമി മരിച്ചെടുത്ത് മാതൃഭൂമി വായിക്കലാണോ നല്ലത്, ഖുർആൻ ഓതലാണോ നല്ലത്? വായിക്കലാണെന്നാ മൂപ്പര് പറയണത്. ആയിരിക്കട്ടെ. അപ്പോ ബാലുശ്ശേരിയുടെ മറുപടി മാതൃഭൂമി വായിക്കൽ തന്നെ. മൂപ്പര് അതിന്റെ അംബാസഡർ അല്ല. ഒന്ന് കേട്ടോളേ. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൊരു സാധനത്തിന് കരുതികൾ മൂപ്പരായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം അറിയോ? ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരണ്ടല്ലോ. അതുകൊണ്ട് പറയോ ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത്. കണ്ടില്ലേ? ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോയത് ബാക്കിയുടെ കണ്ടോ. തുടങ്ങി. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? ഒരാൾ നമ്മളോട് ചോദിക്കണം കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുമായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, ഇമാം കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളോ. ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കൽ തെറ്റും, മാതൃഭൂമി വായിക്കൽ കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ ആയത്ത് വിഷയത്ത് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കാണ് അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃഭൂമി വായിക്കാം. നിങ്ങൾ കേട്ടോ, ഈമാൻ കിട്ടി മരിക്കണം എന്നുള്ളവര് മാതൃഭൂമിയാ നല്ലതെന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ മാതൃഭൂമിയാണോ ഖുർആനാണോ നിങ്ങൾ പഠിച്ചതെന്ന് ഇവിടെ പരിശോധിക്കാൻ പോകും. ഇവിടെ വന്നിട്ട് ഭയങ്കര പറച്ചില്. സുബ്ഹാനല്ലാഹ്. കറാമത്ത് ഇങ്ങനെ പാടി നടക്കാനുള്ളതല്ല, കറാമത്ത് ഇങ്ങനെ വിശദീകരിച്ച് നടക്കാനുള്ളതല്ല. മൂപ്പന്റെ ഹെഡ്ഫോൺ സംസാരം മൂപ്പരറിയാം ഭയങ്കര. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാ?
സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിക്ക് ഭക്ഷണം കിട്ടുന്നത് നേരിട്ട് കണ്ടു. ഇത് കറാമത്താണല്ലോ. ഇത് സക്കരിയ നബി പറഞ്ഞില്ല എന്നാ പറയണത്. എന്താ ചെയ്യാ? ഓന്റെ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങളെവിടുന്നാണ് കേട്ടത്? നിങ്ങളെവിടുന്നാ കേട്ടത്? സക്കരിയ നബി അലൈഹി സ്വലാം അത് പറഞ്ഞില്ല, പിന്നെ നിങ്ങളെവിടുന്നാണ് കേട്ടത്? അല്ലാഹു തആല ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയില്ലേ? കറാമത്ത് പറയണമെന്ന് ഖുർആനിന്റെ തെളിവല്ലേ നിങ്ങൾ ഉദ്ധരിച്ചത്? അത് മൂടി വെച്ചുകൊണ്ട് എന്തിനീ സമുദായത്തെ വഞ്ചിക്കണം? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ചില പ്രത്യേക കഴിവുകൾ കൊടുക്കുന്നു. ഈ ഔലിയാക്കൾക്ക് കൊടുക്കുന്നതിന് കറാമത്തെന്നും അമ്പിയാക്കൾ കൊടുക്കുന്നതിന് മോചിതത്തെന്നും ഇങ്ങനെ ഇസ്ലാമിലേക്ക് പ്രചരിപ്പിക്കുന്ന ഇത്തരം കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയല്ലേ വേണ്ടത്? എന്നാൽ അതിനെതിരെ സംസാരിക്കുന്ന ഈ വഹാബി പുരോഹിതന്മാർ അത് ഇസ്ലാമിനെതിരെയുള്ള നീക്കമല്ലേ, ഇസ്ലാമിനെ തകർക്കാനുള്ള നീക്കമല്ലേ, ജൂതന്മാരുടെ ഏർപ്പാടല്ലേ? ഇവിടെ വന്നിട്ട് ദിക്റാൽക്കയെ സംബന്ധിച്ച് കുറെ പറഞ്ഞു. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നിങ്ങളുടെ അത് മുമ്പുണ്ടായിരുന്ന പണ്ഡിതന്മാര് തന്നെ അതിനെ സംബന്ധിച്ച് ആയത്തോതി വിശദീകരിച്ചത് എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാനത് എടുത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മയമാക്ക എന്നുള്ള ഒരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. നിങ്ങൾ കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വെറും ഒരു മയമാക്കയാണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങളുടെ ദീന് നട്ടു വളർത്തിയത് വെറും ഒരു മയമാക്കയല്ല. നിങ്ങളുടെ ദീന് അങ്ങനെ ഏതെങ്കിലും മയമാക്കകൾ ഉണ്ടാക്കിയതാണെങ്കിൽ നിങ്ങൾ അവരോടും അങ്ങനെ കുറച്ച് ആളുകളെ കൂട്ടിക്കോ. ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊരു പ്രൗഢമായ നബിയാണ്, അത് ലോകത്തിന്റെ നേതാവാണ്. നിങ്ങൾക്ക് നേതാവാണെന്ന് പറയുമ്പോ പൊള്ളുന്നുണ്ടല്ലേ? ഞങ്ങളുടെ നേതാവല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഉറുക്ക് മന്ത്രത്തെ സംബന്ധിച്ച് വളരെ ജോറാക്കി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ മേലെ എത്ര ശൈത്താനുണ്ടോ ഒന്നല്ല രണ്ടല്ല, ആ ശൈത്താനിനെയൊക്കെയും ഈ കേരള മണ്ണിൽ വെച്ച് ഇളക്കി അവസാനം സുന്നി പണ്ഡിതന്മാരുടെ ആ കൈ കൊണ്ട് ഉറുക്കും കെട്ടിച്ചല്ലാതെ വിടൂല. മനസ്സിലാക്കുന്നത് നല്ലേ. അതുപോലെ തന്നെ ഇവിടെ തറാവീഹിനെ സംബന്ധിച്ചും കുത്തുബ ഭാഷ നിങ്ങൾക്ക് എവിടുന്നാ തെളിവിട്ടെ? എന്നിട്ട് പറയാ റുക്കിനൊക്കെ അറബിയിലാക്കിയാൽ മതി, ഉള്ളിയുള്ള മലയാളത്തിലാക്കിയാൽ മതി. ഞങ്ങളെ ഒരു തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചാണ് കയറിക്കോളെ, മുകളിലെത്തുമ്പോൾ വിടുക, എന്നിട്ട് പിന്നെ പിടിച്ചാൽ മതി. പിന്നെ തെങ്ങി കയറിനോട് വല്ല കാര്യമുണ്ടോ മൗലവിമാരെ? എന്താണ് ഒരു കഥയില്ലാതെയുള്ള ഒരു കാര്യം പറയല്? അതുപോലെ കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് അത് വ്യഭിചാരത്തേക്കാൾ മോശമാണെന്ന് പറയുന്നു. എന്നിട്ട് മുജാഹിദ് പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് കരണ്ട് പോയപ്പോ ഉണ്ടായ ഞാൻ സംഭവം പറയുന്നില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോ അതിനെയല്ലേ എതിർക്കേണ്ടത്? ഇപ്പുറത്ത് ആരെങ്കിലും കൂട്ടുപ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എതിർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിങ്ങളുടെ പുതിയ ഫത്വ കേരള മുസ്ലിമീങ്ങൾ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകൾ ഇവർ പറഞ്ഞല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്കൊരു ധാരണ ഉണ്ടാവില്ലേ, ഇതൊക്കെ സുബ്ഹാനല്ലാഹ് തെറ്റല്ലേ? അതിനും മറുപടി TP മദനി. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില് പറയാം. നിങ്ങള് ഒരു ഓർക്കുട്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ കരുതുന്നത് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ് ആണ്. ഇതിൽ SSFന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഫോറത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഈ കാര്യത്തെ സംബന്ധിച്ച് TP മദനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ മുജാഹിദുകൾ വന്ന് എഴുതുകയും അൽഹംദുലില്ലാഹ് വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയുകയും ഇന്ന് വരെ അവർ ആ സൂറത്തിൽ തൊട്ടിട്ടില്ല. ആ ഒരു ലേഖനമാണ് ഞാനിവിടെ വായിക്കുന്നത്. ശരിക്കു കേട്ടോളെ. ആഖിറത്തിൽ വിശ്വാസമുള്ള മുജാഹിദീങ്ങളെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ മൗലവിമാർ
തെറ്റാണ് പറയുന്നത് എന്ന് ഞാൻ ആദ്യം തന്നെ കൽപ്പിച്ചല്ലോ, വിശ്വസിക്കേണ്ടതില്ല എന്ന്. എന്നാൽ ഇവർ പറയുന്നത് നോക്കൂ, നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക, നേതൃത്വമെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിലും ആ തെറ്റ് നേതൃത്വത്തിന് വിടുക. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ റബ്ബേ, ഈ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കട്ടെ. തെറ്റായാലും ശരിയായാലും നിങ്ങളെ ഉള്ളുമ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം ഇട്ടേക്കുക, നിങ്ങൾ സംഘടനയെ അനുസരിക്കുക. നിങ്ങൾ നോക്കൂ, തെറ്റാണെങ്കിൽ അത് പ്രസ്ഥാനത്തിന് വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റാണെങ്കിലും ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് നിങ്ങൾ TP മദനി പ്രസംഗിച്ചില്ലേ? ഇങ്ങനെ കുറ്റം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് ഭയങ്കര സ്വാധീനമാണോ? നിങ്ങളും അല്ലാഹു തആലയും തമ്മിൽ അത്ര വലിയ ബന്ധമാണോ? നിങ്ങൾ പറഞ്ഞില്ലേ കുറ്റമേറ്റെടുക്കുമെന്ന്. മക്ക മുശ്രിക്കുകളും ഇതുപോലെ സഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബികൾ അതിന് സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നു, ഈ തെറ്റും ശരിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് പറയുന്നു. ആഖിറത്തിൽ തെറ്റാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാമെന്നും പറയുന്നു. നിങ്ങൾക്കറിയുമോ, നഫ്സി നഫ്സി നഫ്സിയാ, എന്റെതടി എന്റെതടി എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ഒരാളെയും ഒരാൾ ഓർമ്മിക്കുകയില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ നിങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ആശങ്കയുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള സുന്നത്തി വൽ ജമാഅത്തിൽ ചേർന്നോ മുജാഹിദേ. ആഖിറം രക്ഷപ്പെടുത്താനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇസ്ലാമിന്റെ സ്തംഭങ്ങളായ 5 കാര്യങ്ങളിലും ഇവർ പല കടത്തിക്കൂട്ടലുകളും നടത്തിയത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവർക്കാണോ ഇസ്ലാം പറയാൻ അവകാശമുള്ളത് എന്ന് ഇവിടെയുള്ള മുസ്ലിമീങ്ങളൊന്ന് വിചാരണ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സൂചന നൽകിയതാണ്. നിങ്ങളുടെ ഉപ്പാപ്പമാർ കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ട് ശേഷം ഒരു കാലത്ത് നിങ്ങളുടെ ഇടയിലേക്ക് വരും. അവരുടെ ലക്ഷണം എന്താണ്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന, കബളിപ്പിക്കുന്ന ആളുകളുണ്ടാകും. ഞാൻ ഇവിടെ പറഞ്ഞ ധാരാളം കാര്യങ്ങൾ കബളിപ്പിക്കുന്നതല്ല എന്ന് നിങ്ങൾ പറയാൻ കഴിയുമോ? അതുപോലെ തന്നെ കളവ് പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇട്ടു. പിരിവിന്റെ കാര്യങ്ങൾ ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കുള്ള വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവാണ്. എന്നാൽ മുജാഹിദുകളും അത് അംഗീകരിക്കുന്നു. അതല്ലേ രസം? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയാണ്. ഇനി ആരെയാണ് പേടിക്കുന്നത് എന്നാണ് എനിക്ക് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരോട്, മുജാഹിദിന്റെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്ന ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് മോഹമുള്ള മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളുണ്ടോ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ഉറച്ചു നിന്നോ? ആ ക്ലിപ്പും കൂടി അവസാനമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നി, ഞാൻ അഭിപ്രായക്കാരനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നി, ഞാൻ അഭിപ്രായക്കാരനായി. അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നി, ഞാൻ അഭിപ്രായക്കാരനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹാബിയാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയാണെങ്കിൽ ആ സുന്നിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം വിട്ടുകൊണ്ട് ഒരു മുജാഹിദിന്റെ പ്രസ്ഥാനത്തിലേക്ക് ചേരാൻ ഇവിടുന്ന് ആണത്തമുള്ള ആശയബോധമുള്ള ആർജവമുള്ള സുന്നി ചുണക്കുട്ടികളെ കിട്ടുകയില്ല എന്ന് നിങ്ങൾ ആദ്യമായിട്ടും അവസാനമായിട്ടും വാണിംഗായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മനസ്സിലാക്കണമെന്നേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് വന്നേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷന് തയ്യാറായിക്കൊള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ വന്ന മൗലവി പറയണേ, ഇവര് പ്രധാനമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വലാത്ത്, ദിക്ർ, സദസ്, അങ്ങനെ ആത്മീയ ചൂഷണം ഇങ്ങനെ പറഞ്ഞു തരാണ്. എന്നാൽ
ഇവര് നല്ലവരാണ്, അമ്പിയാക്കളുടെ അനന്തരാവകാശം ഇവർക്കാണ്, അത് കല്ലേറാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇവര് നല്ലവരാണ്. കാരണം എന്താ? ഇവർക്ക് കല്ലേറ് കിട്ടാറുണ്ട്, ഇവർക്ക് കൂക്കുവിളി കിട്ടാറുണ്ട്. എന്തൊക്കെയാ ഇവർ ചെയ്യാറ്? കളവ് പറയാൻ മത്സരം നടത്തുക, ശിങ്കാരി മേളം നടത്തുക, തൊട്ടുതൊടിയിച്ചുകൊണ്ട് മുജാഹിദിന്റെ കുട്ടികളെ റോട്ടിലൂടെ നടത്തിക്കുക എന്നിങ്ങനെ തുടങ്ങിയിട്ട് വളരെ നീചമായ പ്രവർത്തനങ്ങൾ. അങ്ങനെ ചെയ്താ പിന്നെ കിട്ടാതിരിക്കുമോ മൗലവി? കിട്ടാതിരിക്കുമോ? എന്നിട്ട് ഞങ്ങളോട് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയുമ്പോ ആലോചിക്കണം. നിങ്ങൾ എന്ത് പറയുമ്പോഴും വളരെ ആലോചിക്കണം. കാരണം ഇപ്പുറത്തുള്ളത് ആരാ ഞങ്ങൾ വിചാരിച്ചേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഇന്ന് നയിക്കുന്ന കാന്തപുരം ഉസ്താദ് അടക്കം, താജുൽ ഉലമയടക്കം, മുമ്പ് കഴിഞ്ഞുപോയ ഇ.കെ. ഹസൻ മുസ്ലിയാർ, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ് എന്നിങ്ങനെയുള്ള സുന്നി പണ്ഡിതന്മാരുടെ നിരയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ ഇനി നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ നിഷ്പക്ഷമായി ഇന്ന് രാത്രി നിങ്ങൾ കിടന്നിറങ്ങുമ്പോ നെഞ്ഞത്ത് കൈവച്ചെന്ന് ചിന്തിക്കോ മുസ്ലിമേ, എന്റെ ആക്രം എനിക്ക് രക്ഷപ്പെടുത്തണ്ടേ? ഈ മുജാഹിദ് മൗലവിമാരുടെ പിന്നാലെയാണോ നടക്കുന്നത്? ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് നോക്കൂ. ഈ മുജാഹിദുകാരന്റെ പ്രഭാഷണം കേട്ടപ്പോ ഒരു വേളയിൽ ഇത്രയും പരിഹാസ്യമായ രീതിയിൽ ഒരു മതത്തിന്റെ കാര്യം പറയാൻ കഴിയുമോ എന്നും മറ്റൊരു ഭാഗത്ത് ഞാൻ വേദനിച്ചു പോയി. ഇങ്ങനെ ഇസ്ലാമിനെ തകർക്കാൻ ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങുന്ന ഇവരുടെ വാദഗതികൾ കേട്ടപ്പോ വേദനിച്ചു പോയി. അതുകൊണ്ട് നിങ്ങളും കൂടി ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ കാര്യമായി ഇവിടെ നിന്നത്. അത് ഞാൻ നിങ്ങളെ വെറുതെ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തെളിവുകളും കുറച്ച് വൈരുദ്ധ്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സുന്നിയാണെന്ന് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ എന്റെ സമുദായം 73 വിഭാഗമാകും, അതിലൊരു വിഭാഗം എന്നെയും എന്റെ സഹാബത്തിനെയും പിന്തുടരുന്നവരാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ആശയങ്ങൾക്കൊക്കെ വ്യക്തമായ പരമ്പരയുണ്ട്, സഹിഹായ ആശയങ്ങളാണ് നാം കൈമാറുന്നത്. എന്നാൽ പരമ്പര പോയിട്ട് ഈ കഴിഞ്ഞ 922കളിൽ ഇവരുടെ നേതാക്കളുടെ പരമ്പര പോലും ഇവർക്കില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഉർ റാഷിദീൻ, എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയ മഹാനാണ്, സഹാബിയാണ്. ആ സഹാബി ചെയ്ത ഇസ്തിഗാസ നരകത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലുമാണെന്ന് അങ്ങനെയൊന്നുണ്ടാകുമോ? അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു കൊടുന്ന തറാവീഹ് നരകത്തിലെ, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ, അങ്ങനെ ഉണ്ടാകുമോ? പ്രവർത്തനങ്ങൾക്കനുസരിച്ചല്ലേ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആക്കുന്നത്. ഈ ബാലബോധം പഠിക്കാതെ നിങ്ങളാണോ മതം പറയാൻ നടക്കുന്നത്? അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമതൊരു ബാങ്ക് കൊണ്ടുവന്നു. അതിനെ സംബന്ധിച്ച് ബുഖാരിയിൽ തന്നെ എന്താണുള്ളത്? അതിനെ ഇത്തിഫാഖ് ചെയ്തു എന്ന് ആ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ ഇല്ലേ? അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ബാങ്ക് തന്നെ, ആ ബാങ്ക് നരകത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലുമാകുമോ? അങ്ങനെ ഒരിക്കലുമില്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നരകത്തിലല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ അവര് പോകുന്ന സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾക്കറിയുമോ, ദജ്ജാൽ ഇറങ്ങി വരുമ്പോ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും, അതിന്റെ പുറം ഭാഗം നേരെ വിപരീതമായിക്കൊണ്ട് ആളുകളെ കബളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതേ മുഖക്കാര് തന്നെയല്ലേ, അതേ ആശയം തന്നെയല്ലേ നിങ്ങൾ ഇവിടെ പറയുന്നത്? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ചുരുക്കട്ടെ. സാധാരണ സുന്നികൾക്ക് മുസ്ലിമീങ്ങൾക്കൊരു ധാരണയുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ സലാം പറയരുതെന്ന് പറയുന്നത്, എന്തിനാണ് തമ്മിൽ സലാം പറയരുത് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് മുശ്രിക്കുകളാണെന്ന് പറയുമ്പോ മുസ്ലിമീങ്ങൾ തമ്മിലാണല്ലോ സലാം പറയേണ്ടത്. ആദ്യം നമ്മെ മുസ്ലിമായിട്ട് അംഗീകരിച്ചിട്ട് പോരെ നമ്മോട് സലാം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കൽ. അതുപോലെ തന്നെ
ഈ സലാം പറയുന്ന വിഷയത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മഹാനാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിന്റെ പേജുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദിവസങ്ങളും വേണ്ടി നോക്കിയാൽ ഒരു ദിവസത്തിൽ തന്നെ 10 പേജിന്റെ പുറത്ത് വരും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കിതാബ് എഴുതുക എന്ന് പറഞ്ഞാൽ വളരെയധികം പാടുള്ളതൊന്നാണ്. ഈ കറക്റ്റായിട്ട് ഒരു ആയത്തിനെ സംബന്ധിച്ചും ഖുർആനിനെ സംബന്ധിച്ചും വ്യക്തമായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പഠിച്ചിട്ട് വേണം. എന്നിട്ട് ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു ദിവസം കടയിലേക്ക് പോയിട്ട് ഒരു തലപ്പാവ് മേടിക്കുകയാണ്. തലപ്പാവ് മേടിച്ചു വരുന്നു, തലയിൽ ധരിച്ചിട്ടാണ് വരുന്നത്. വരുന്ന വഴിക്ക് ഒരു കള്ളൻ ആ തലപ്പാവ് അഴിച്ചിട്ട് കട്ടെടുത്തുകൊണ്ട് ഓടുകയാണ്. കരുതി ഒരു തലപ്പാവല്ലേ, അത് ഇസ്ലാമിന്റെ ഒരു ഇശാറത്തല്ലേ, ഇസ്ലാമിന്റെ ഒരു അടയാളമല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് വല്ല പുണ്യവും കിട്ടണം എന്ന് വല്ല ആഗ്രഹം കൊണ്ടാണോ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു നല്ല രീതിയിൽ ചിന്തിച്ചു. അപ്പോൾ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ആ കള്ളൻ ഞാൻ ആ കാര്യം പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കള്ളന് ആ പുറത്തു കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം ആ കള്ളൻ അറിയൂലല്ലോ. ആ കള്ളൻ അത് ഓർത്ത് വിഷമിക്കുമോ? ആ കള്ളൻ ഖേദിക്കുമോ? അത് പുറത്തിരിക്കുന്നു എന്ന കാര്യം ഞാൻ ആ കള്ളനെ അറിയിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾക്കറിയുമോ, നമ്മുടെ കയ്യിൽ നിന്നും സാധാരണ എന്തെങ്കിലും കട്ടുപോയാൽ, നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും എടുത്തുപോയാൽ എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും നാം ഓടാറുള്ളത് എന്തിനാ? കള്ളനെ പിടിക്കാനല്ലേ. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടുന്നുണ്ട് കള്ളനെ പിടിക്കാനല്ല, മറിച്ച് ഞാനത് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന കാര്യം അറിയിക്കണം. അതാണ് ലക്ഷ്യം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പുറത്തിരിക്കുന്നു, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. പക്ഷേ കള്ളനുണ്ടോ? കേൾക്കുന്നു. കള്ളൻ പിന്നെയും നല്ല സ്പീഡിൽ ഓടുകയാണ്. അങ്ങനെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓടിക്കിതച്ച് വീഴുമ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉറക്കെ പറയുന്നു, ഓ മനുഷ്യ, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ആ തലപ്പാവ് നീ കട്ടെടുത്തെങ്കിൽ അത് പ്രശ്നമാക്കണ്ട. ഇങ്ങനെ അത്തരം വിഷയങ്ങളിൽ വളരെയധികം തഖ്വ കാണിച്ച ഇസ്ലാമിന്റെ പ്രഗത്ഭ പണ്ഡിതന്മാരായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുതലുള്ള സകല പണ്ഡിതന്മാരിൽ ഉൾപ്പെടുന്ന ഒരു പണ്ഡിതനല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു. അത്ര പോയിട്ട് ആ പണ്ഡിതന്മാരുടെ കാലിലെ ചെരുപ്പിലെ ചേറാവാൻ പോലും നിങ്ങളായിട്ടുണ്ടോ? അങ്ങനെയുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു അത്തരത്തിലുള്ള തഖ്വ കാണിക്കുകയും ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമോ? സമുദായത്തിൽ തെറ്റുണ്ടാക്കാൻ ശ്രമിക്കുമോ? ഇല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കുകയുമില്ല. അതാണ് ഇമാം നബിയുടെ തഖ്വ. പിന്നെന്തിനാണ് അങ്ങനെ സലാം പറയരുതെന്ന് പറഞ്ഞത്? അത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. മുഫ്തദിയങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനാദരിക്കാൻ വേണ്ടി ഇബ്ലീസിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആദരിക്കാൻ കൂട്ടാക്കിയില്ല. അതുപോലെ ഇന്നുള്ള എല്ലാ വഹാബികളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തബ്ലീഗിന്റെയും ഷിയയുടെയും മൊത്തം ബിദഅകളുടെയും പ്രശ്നം ആദരവ് തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കുക എന്ന അജണ്ടയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇവർ പറയുന്ന ആവശ്യമില്ലാത്ത ഒരു വാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന്റെ മകൻ ഇസ്ലാമിലേക്ക് വന്നപ്പോ സഹാബികളോട് പറയുന്നു, അബൂജഹലിന്റെ മോനോട്, അബൂജഹൽ നരകത്തിലാണെന്ന്
എന്ന് നിങ്ങൾ പറയല്ല, അത് അവന് വേദനിക്കൂലേ? എന്നാൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ നരകത്തിലാണെന്ന് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനിക്കുമെന്നതിൽ സംശയമുണ്ടോ? അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കുന്ന ധാരാളം പദ്ധതികൾ ഉന്നയിച്ചുകൊണ്ട് കപടമുഖങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ അവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുമ്പോ, ഞാൻ ജനിച്ചത് അബുദാബിയിലാണ്, ഗൾഫിലാണ്. അവിടെ എന്നെ എല്ലാ വ്യാഴാഴ്ചയും അവിടെ നടക്കുന്ന ബുർദ സദസ്സിന് കൊണ്ടുപോകുന്ന എന്റെ മാതാപിതാക്കൾ എന്നെ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ SSF ഞാൻ പേരെടുത്ത് പറയാതിരിക്കാൻ വയ്യ. SSF എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് ഇവിടെ ധാർമ്മികമായ വിദ്യാഭ്യാസമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എല്ലാ SSFന്റെ പ്രവർത്തകന്മാർക്കും അതിനോട് അനുകൂലിക്കുന്നവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അത് മാത്രമല്ല, ഇവിടെ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ടാകും, മനസ്സുകൊണ്ട് സഹായിച്ചിട്ടുണ്ടാകും. ഈ പരിപാടിയിൽ സത്യം മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടുണ്ടാകും. സത്യം മനസ്സിലാക്കണമെന്ന് കരുതിയവർക്ക് അല്ലാ നീ സത്യം മനസ്സിലാക്കി കൊടുക്കണം അല്ലാ, അവരുടെ ഹൃദയങ്ങളെ അടക്കല്ലേ അല്ലാ. അങ്ങനെ നമ്മളുടെ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതിനെല്ലാം അല്ലാഹു തആല പാരിതോഷികമായി സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ചത് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.